ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത് പാലസ്. നമ്മുടെ പാലസ് റോഡിൽ തന്നെ. ഉദ്ഘാടനം ഏപ്രിൽ 17-ന് മലയാളത്തിന്റെ താരരാജകുമാരൻ ദുൽഖർ സൽമാൻ നിർവഹിക്കുന്നു. വിവാഹോത്സവം ഇനി ഷോപ്പിംഗ് സന്തോഷങ്ങൾക്ക് ഇരട്ടി മധുരമേകൂ വിവാഹോത്സവത്തിനൊപ്പം. നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് ആവേശത്തെ ചടുലമാക്കാൻ ദേശീയ നേതാക്കൾ. അമിത് ഷായും രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പ്രചരണത്തിനെത്തിയതോടെ തിരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കലാശത്തിലേക്ക്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആശയങ്ങൾ തമ്മിലാണെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് 20 സീറ്റുകളിലും ഇക്കുറി LDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ സജീവം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 370 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ നടപടി. ടിക്ടോക്ക് ആപ്പിന് രാജ്യവ്യാപകമായി നിരോധനം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ടിക്ടോക്ക് ആപ്പ് നീക്കം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തിരഞ്ഞെടുപ്പ് ആവേശത്തെ ചടുലമാക്കാൻ ദേശീയ നേതാക്കൾ. അമിത് ഷായും രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പ്രചരണത്തിനെത്തിയതോടെ തിരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കലാശത്തിലേക്ക്. മേടച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് നാടെങ്ങും പ്രകടമാകുന്നത്. ജനാധിപത്യ മഹോത്സവത്തിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ പ്രചാരണവും പ്രകടനങ്ങളും അരങ്ങ് തകർക്കുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാനായുള്ള ഓട്ടപ്രദർശനമായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ നടത്തി വന്നിരുന്നതെങ്കിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വോട്ടാക്കി മാറ്റാനുള്ള അവസാനവട്ട തന്ത്രങ്ങളാണ് മുന്നണികൾ പയറ്റുന്നത്. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിൽ ആരവങ്ങളും ആവേശവും വാനോളമുയർത്താനായുള്ള നീക്കങ്ങളാണ് മുന്നണികൾ നടത്തിവരുന്നത്. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ, UPA പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നീ പ്രമുഖരാണ് അണികളെ ആവേശത്തിലാഴ്ത്താനും പ്രചാരണ മാമാങ്കങ്ങൾ കൊഴുപ്പിക്കാനും രംഗത്തെത്തിയത്. അമിത് ഷാ പൂരനഗരിയിലും ചാലക്കുടി മണ്ഡലത്തിലെ അത്താണിയിലുമാണ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തത്. അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസ്ഥാനത്തെത്തും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തൃശൂരിലും ചാലക്കുടിയിലും, CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷ് നിയാലി കയ്പമംഗലത്തുമാണ് പ്രചാരണത്തിനെത്തിയത്. രാഹുൽ ഗാന്ധി ജില്ലാ അതിർത്തിയായ ചാലിശ്ശേരിയിലാണ് പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പിന് വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജനമനസ്സുകളെ ഇളക്കിമറിക്കാനും കീഴടക്കാനും അവസാനവട്ട അശ്വമേധങ്ങളാണ് മുന്നണികൾ പയറ്റുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എല്ലാ വർഷവും രാജ്യത്ത് കാർഷിക ബജറ്റ് അവതരിപ്പിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ചാലിശ്ശേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കർഷകർ കൂടിയാണ്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത രാജ്യത്തെ സർക്കാരിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം ഈ രാജ്യത്തിനു വേണ്ടി എന്തു ചെയ്തുവെന്ന് മോദി പറയുന്നില്ല. രാജ്യത്തിൻ്റെ ശബ്ദം മോദി കേൾക്കുന്നില്ല. കോൺഗ്രസ് ഭരണം രാജ്യത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സർക്കാരായിരിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആശയങ്ങൾ തമ്മിലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ, അബ്ദുൽ സമദ് സമദാനി, ആലത്തൂർ പൊന്നാനി പാലക്കാട് സ്ഥാനാർത്ഥികളായ രമ്യ ഹരിദാസ്, ET മുഹമ്മദ് ബഷീർ, ശ്രീകണ്ഠൻ, VT ബൽറാം MLA തുടങ്ങിയവർ സംസാരിച്ചു. ബഹിരാകാശത്തെ കാവൽക്കാരനാണെന്ന് പറയുന്ന നരേന്ദ്രമോദി ബഹിരാകാശത്ത് നിന്നാൽ മതിയെന്നും ഈ തെരഞ്ഞെടുപ്പിൽ മതേതര പാർട്ടികൾ കാര്യങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോയിക്കൊള്ളാമെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിപ്പണം കുന്നുകൂടുന്നത് BJPയുടെ കൈവശമാണെന്നും ഇത് ദുരൂഹമാണെന്നും യെച്ചൂരി അഭിപ്രായപ്പെട്ടു. കോർപ്പറേറ്റ് ഭരണമാണ് മോദി കാഴ്ചവെക്കുന്നതെന്നും കേരളത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് പറയുന്ന മോദിയുടെ പ്രസ്താവന വഞ്ചനാപരമാണെന്നും സീതാറാം യെച്ചൂരി കൂട്ടിച്ചേർത്തു. തൃശൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് KB ഹരിദാസ് അധ്യക്ഷനായിരുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, മേയർ അജിത വിജയൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI നേതാവ് KP രാജേന്ദ്രൻ, സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 370 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രതികളെ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘത്തെ വിപുലീകരിക്കും. വിഷു ദിനത്തിലാണ് എറണാകുളം പാറ്റ്ന ട്രെയിനിലെ പാഴ്സൽ ബോഗിയിൽ നിന്നും മൈലാഞ്ചി പൊടിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 11 ചാക്കുകളിലായി കടത്തിയ കഞ്ചാവ് എക്സൈസും ഇന്റലിജൻസും എക്സൈസ് റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടറുടെയും RPFും നടത്തിയ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയത്. അന്വേഷണ സംഘത്തെ
വിപുലീകരിക്കുന്നതിനും തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധനകൾ നടത്തി. എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിറങ്ങിയാൽ ഉടൻ അന്വേഷണ സംഘം പാറ്റ്നയിലേക്ക് തിരിക്കും. വൻ കഞ്ചാവ് മാഫിയ ഇതിന് പിന്നിലുണ്ടെന്നാണ് എക്സൈസ് സംശയിക്കുന്നത്. സമീപകാലത്ത് എക്സൈസ് നടത്തിയ വൻ കഞ്ചാവ് വേട്ടയാണ് തൃശൂരിലേത്. അതുകൊണ്ട് തന്നെ പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് എക്സൈസ് സംഘം. കൗമാരക്കാരിൽ തരംഗമായി മാറിയ ടിക്ടോക്ക് ആപ്പിന് ഇന്ത്യയിൽ നിരോധനം. നിരവധി അപകടങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും കാരണമാകുന്നുവെന്ന പരാതിയെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയാണ് ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയത്. തമാശകൾ, സ്കിറ്റുകൾ, നഗ്നത, നിയോനാസി, കരോക്കെ വീഡിയോകൾ, പാട്ടുകൾ, അങ്ങനെ പോകുന്നു ടിക്ടോക്ക് തരംഗം. യുവാക്കളുടെ ഓൺലൈൻ ലോകം അതിവേഗം പിടിച്ചടക്കിയ ടിക്ടോക്കിന് ഇന്ത്യയിൽ 54 ദശലക്ഷം സജീവ അംഗങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. യുവാക്കളും കൗമാരക്കാരുമാണ് ടിക്ടോക്കിന്റെ പ്രചാരകരിലേറെയും. വീഡിയോ ചിത്രീകരണം, എഡിറ്റിംഗ്, അപ്ലോഡിംഗ്, ഷെയറിംഗ് തുടങ്ങിയവ അനായാസം നടത്താമെന്നതാണ് ടിക്ടോക്കിനെ കൗമാരക്കാർക്കിടയിൽ ജനപ്രിയമാക്കിയത്. സിനിമാ സംഭാഷണങ്ങൾക്കും മറ്റും ചെറു വീഡിയോകൾ ചിത്രീകരിച്ച് അപ്ലോഡ് ചെയ്യുന്ന ടിക്ടോക്ക് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആപ്ലിക്കേഷനാണ്. സ്വകാര്യത സംബന്ധിച്ച ടിക്ടോക്കിന്റെ വ്യവസ്ഥകൾ സുതാര്യമല്ലെന്നും വീഡിയോകളിൽ അശ്ലീലം കൂടി വരുന്നുണ്ടെന്നും ഒട്ടേറെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ടെന്നും കാണിച്ചാണ് ടിക്ടോക്ക് നിരോധിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. കോടതി നിർദ്ദേശം ചൂണ്ടിക്കാട്ടി കേന്ദ്ര IT മന്ത്രാലയം, ഗൂഗിൾ, ആപ്പിൾ എന്നീ ടെക് ഭീമന്മാർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ടിക്ടോക്ക് നീക്കുന്നതായി ഗൂഗിൾ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. യേശുനാഥൻ അന്ത്യ അത്താഴ നാളിൽ തന്റെ 12 ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് ലോകത്തിന് മുഴുവൻ വിനയത്തിന്റെ മാതൃക കാട്ടിയതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷകൾ നടന്നു. വൈകിട്ട് തിരുമണിക്കൂർ ആരാധനയും ഭവനങ്ങളിൽ അപ്പം മുറിക്കൽ ചടങ്ങും നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്ക് മാർ ടോണി നീലങ്കാവിലും തൃശൂർ ബസിലിക്കയിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മുഖ്യ കാർമ്മികരായി. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വൈകിട്ട് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജില്ലയിൽ കനത്ത ചൂട് തുടരുന്നതിനിടെ ആശ്വാസമായി വിവിധ സ്ഥലങ്ങളിൽ മഴ ലഭിച്ചു. ചേലക്കരയിൽ 1 മണിക്കൂറോളം കനത്ത മഴയായിരുന്നു. അടുത്ത 5 ദിവസം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതേസമയം വ്യാഴാഴ്ച തൃശൂർ ഉൾപ്പെടെ 6 ജില്ലകളിൽ താപനില 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ചെമ്മണ്ട കായൽക്കോളിൽ പാടത്ത് കുളം നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണെടുത്ത് സമീപത്തെ തണ്ണീർത്തടം നികത്തിയത് നാട്ടുകാർ തടഞ്ഞു. JCB ഉപയോഗിച്ചാണ് പാടത്തു നിന്ന് മണ്ണെടുത്ത് തണ്ണീർത്തടം നികത്തിയിരുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് തഹസിൽദാർ സ്ഥലത്തെത്തി JCB കസ്റ്റഡിയിലെടുത്തു. മണ്ണെടുക്കുന്ന പ്രവൃത്തികൾ നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും ഇരിങ്ങാലക്കുട തഹസിൽദാർ അറിയിച്ചു. മുൻപും ഇതേ സ്ഥലത്ത് കളിമണ്ണ് ഖനനവും മണലൂറ്റും നടത്തിയത് നാട്ടുകാർ തടഞ്ഞിരുന്നു. റേഷൻ കാർഡുകൾ ആക്ടിവേറ്റ് ആകുന്നില്ലെന്ന പരാതിയുമായി ഉപഭോക്താക്കൾ. ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാത്തതും മറ്റ് കാർഡുകളിൽ പേരുള്ളവരുടെ കാർഡുകൾക്കുമാണ് ഇത്തരം സാങ്കേതിക തടസ്സമെന്ന് അധികൃതർ. റേഷൻ കാർഡ് ലഭിച്ചിട്ടും ആക്ടിവേറ്റ് ആകുന്നില്ലെന്നും ഉപയോഗയോഗ്യമല്ലെന്നും അർഹമായ ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നതുമായുള്ള പരാതികളാണ് ഉയരുന്നത്. മാസങ്ങളായിട്ടും റേഷൻ കാർഡ് പ്രവർത്തന സജ്ജമായില്ലെന്ന പരാതികളുമായി റേഷൻ കടകളിലും താലൂക്ക് ഓഫീസിലും കയറിയിറങ്ങുന്നവരും ഏറെയാണ്. അമ്മാടം സ്വദേശിയായ ശശികുമാർ 4 മാസമായിട്ടും റേഷൻ കാർഡ് ആക്ടിവേറ്റ് ആയില്ലെന്ന പരാതിയുമായാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ജനുവരി 10-ന് റേഷൻ കാർഡ് ലഭിച്ചിട്ടും ഇതുവരെയും ആക്ടിവേറ്റ് ആകാത്തതിന് കാരണം വ്യക്തമല്ലെന്നാണ് ശശികുമാറിന്റെ ആക്ഷേപം. ഈ കാർഡിന് ഇതുവരെ ആക്ടിവേറ്റ് ആയിട്ടില്ല. മാസം 4 പല പ്രാവശ്യവും ഞാൻ സപ്ലൈ ഓഫീസിൽ പോയിട്ടുള്ളതാണ്. അവർ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ്
അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുക. എനിക്ക് റേഷൻ കാർഡ് ഇത് ആക്ടിവേറ്റ് ചെയ്ത് കിട്ടണം. എൻ്റെ ബുദ്ധിമുട്ട് ഒന്ന് ക്ലിയറായി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമുള്ള എനിക്ക്. അതേസമയം പുതിയ റേഷൻ കാർഡ് ആക്ടിവേറ്റ് ആകാൻ പരമാവധി 40 ദിവസം മതിയെന്നാണ് സപ്ലൈ ഓഫീസ് അധികൃതരുടെ വിശദീകരണം. MP-യുടെയോ MLA-യുടെയോ കത്ത് മുഖാന്തിരം റേഷൻ കാർഡിന് അപേക്ഷിച്ച പലർക്കും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ടെമ്പററി കാർഡ് സ്വന്തമാക്കിയിട്ടുള്ളവർക്കും മറ്റു കാർഡുകളിൽ പേരുള്ളവർക്കും ഇതേ സാങ്കേതിക കുരുക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. മറ്റു കാർഡുകളിൽ നിന്നും പേര് നീക്കം ചെയ്യാത്തവർക്കും മറ്റിടങ്ങളിൽ ഇതേ പേരിൽ കാർഡുള്ളവർക്കുമാണ് ഈ പ്രയാസം നേരിടേണ്ടി വരുന്നത്. മറ്റു കാർഡുകളിൽ നിന്നും പേര് നീക്കം ചെയ്ത ശേഷം മാത്രമേ ഇത്തരം കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്യാനാകൂ. ഇത്തരം പരാതികളുള്ളവർ അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് സപ്ലൈ ഓഫീസ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് TCV. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടാനകൾ ഇറങ്ങി. 10ഓളം ആനകളാണ് 2 ദിവസമായി ഇവിടെ ചുറ്റിത്തിരിയുന്നത്. ബുധനാഴ്ച രാത്രി ഇവ ഏറെ നേരം ഫാക്ടറി പരിസരത്ത് തമ്പടിക്കുകയും ചെയ്തു. വെള്ളവും തീറ്റയും തേടിയാണ് ആനകളുടെ വരവ്. കാട്ടാനകളുടെ സമീപ്യം പ്ലാന്റേഷൻ വഴിയുള്ള യാത്രയ്ക്ക് ഭീഷണിയായി. ജനവിധി 2019. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. തൃശൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയം പറയാമെന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കാനം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട RSSന്റെ അജണ്ടയിൽ ഇടതുമുന്നണി വീഴില്ല. എന്നാൽ ശബരിമല വിഷയം മാറ്റുമ്പോൾ അതിനും മറുപടി കൊടുക്കേണ്ടി വരുമെന്ന് കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളായിരിക്കും തിരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമാവുകയെന്നും കാനം പറഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. ഞങ്ങൾ 5 വർഷക്കാലം ഈ സർക്കാർ നടത്തിയ ജനദ്രോഹത്തിനെതിരെ ക്യാമ്പയിൻ ചെയ്ത് അവരധികാരത്തിൽ വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും ഒരു വിഷയത്തിലേക്ക് അത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അമ്പലപ്പറമ്പിലെ പക്ഷിശാസ്ത്രക്കാരെ പോലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ സർവേയും മറ്റും നടത്തി ഇടതുപക്ഷത്തെ ദുർബലമാക്കാം എന്ന് ആരും കരുതണ്ട. അമിക്കസ് ക്യൂറി എന്ന വാക്കിന്റെ അർത്ഥം കോടതിയുടെ സുഹൃത്ത് എന്നാണ്. ആ സുഹൃത്തിന് എങ്ങനെയാണ് പ്രളയവുമായി ബന്ധപ്പെട്ട വിധി എഴുതാൻ സാധിക്കുകയെന്നും കാനം ചോദിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി കൺഫ്യൂഷനിലാണ്. ഇടതുപക്ഷത്തിന് ആരുടെയും സൗജന്യം വേണ്ട. പാർട്ടി തീരുമാനമനുസരിച്ചാണ് തൃശൂരിലെ സിറ്റിംഗ് MPയെ മത്സരത്തിൽ നിന്നും മാറ്റിയതെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. CPM നേതാക്കളുടെ ചിത്രങ്ങൾ വെച്ച് LDFന് വോട്ട് ചോദിച്ച് ബോർഡുകൾ പ്രദർശിപ്പിച്ചതിൽ തനിക്ക് പരാതിയില്ലെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കാനം രാജേന്ദ്രൻ മറുപടി നൽകി. പണം മുടക്കുന്നവർ അവരുടെ ചിത്രങ്ങൾ വയ്ക്കും. LDFന്റേതാണെങ്കിൽ മുഴുവൻ LDF നേതാക്കളുടെയും ചിത്രം ഉണ്ടാകുമായിരുന്നുവെന്നും കാനം പറഞ്ഞു. ഇടതുപക്ഷം കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന AK ആന്റണിയുടെ പ്രസ്താവന 2004 അടക്കമുള്ള മുൻകാല അനുഭവങ്ങൾ ഓർക്കാതെയാണെന്നും കാനം ചൂണ്ടിക്കാട്ടി. TCV തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് TCV സംഘടിപ്പിച്ച തത്സമയ തെരഞ്ഞെടുപ്പ് സംവാദം പോരാട്ടം തേക്കിൻകട മൈതാനിയിൽ നടന്നു. UDFനെ പ്രതിനിധീകരിച്ച് DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, LDFനെ പ്രതിനിധീകരിച്ച് CPM സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ ബാബു M പാലശ്ശേരി, NDAയെ പ്രതിനിധീകരിച്ച് BJP SC മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. TCV സീനിയർ റിപ്പോർട്ടർ മുകേഷ് ലാൽ സംവാദം നയിച്ചു. നിരവധി പൊതുജനങ്ങൾ സംവാദത്തിൽ പങ്കുചേർന്നു. തൃശൂർ ജില്ലയിൽ 26 സ്ത്രീ സൗഹൃദ പോളിംഗ് സ്റ്റേഷനുകൾ. തെരഞ്ഞെടുപ്പിലെ ചട്ടലംഘനം പൗരന്മാർക്ക് നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ C-Vigil മൊബൈൽ ആപ്ലിക്കേഷനും. ആലത്തൂർ, തൃശൂർ, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്ത്രീ സൗഹൃദ പോളിംഗ് ബൂത്തുകൾ അനുവദിച്ചിട്ടുള്ളത്. സ്ത്രീ സൗഹൃദ പോളിംഗ് സ്റ്റേഷനുകളിൽ എല്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വനിതകളായിരിക്കും. സ്വന്തം മണ്ഡലത്തിന് കീഴിലെ ചട്ടലംഘനം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വോട്ടർമാർക്ക് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കിയിട്ടുണ്ട്. C-Vigil മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ചട്ടലംഘനത്തിന്റെ ചിത്രമോ വീഡിയോയോ എടുത്ത് പരാതി നൽകാവുന്നതാണ്. ഇത്തവണ പോളിംഗ് സ്റ്റേഷനുകളിൽ 3 ക്യൂ സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർ, ശാരീരിക വൈകല്യമുള്ളവർ എന്നിവർക്ക് പ്രത്യേക ക്രമീകരണങ്ങളാണ് ഒരുക്കുക. ശാരീരിക വൈകല്യം ബാധിച്ചവരെ പോളിംഗ് ബൂത്തുകളിലെത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാഹന സൗകര്യം ഏർപ്പെടുത്തും. ശാരീരിക വൈകല്യമുള്ളവർക്കായി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും റാമ്പ് ഉറപ്പുവരുത്തും. സ്ഥിരം റാമ്പ് ഇല്ലാത്തിടത്ത് താൽക്കാലിക റാമ്പ് ഒരുക്കും. വോട്ടർമാർക്ക് കുടിവെള്ളം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. 13 പോളിംഗ് സാമഗ്രി വിതരണ സ്വീകരണ കേന്ദ്രങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്.
ജില്ലയിലെ 10 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ്, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലാണ്. 3 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ എറണാകുളത്തായിരിക്കും. പൊതുജനങ്ങൾക്ക് വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിനും സംശയ നിവാരണം നടത്തുന്നതിനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ VVIP എന്ന ചുരുക്കപ്പേരിലുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക സംബന്ധിച്ച ഏത് വിവരങ്ങൾക്കും 1950 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇലക്ഷൻ ഡെസ്ക് TCV. തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ PWD മൊബൈൽ ആപ്പ്. ഭിന്നശേഷിക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും മറ്റ് തിരുത്തലുകൾ വരുത്തുന്നതിനും ഈ ആപ്പിലൂടെ സാധിക്കും. ഇതിനായി ആപ്പിൽ PWD വോട്ടറാണെന്ന് ഭിന്നശേഷിക്കാർ ആദ്യം മാർക്ക് ചെയ്യണം. ആപ്പിലെ ബൂത്ത് ലൊക്കേറ്ററിൽ വോട്ടർ ID നമ്പർ ടൈപ്പ് ചെയ്താൽ ബൂത്തിന്റെ ലൊക്കേഷൻ അറിയാനാകും. ഭിന്നശേഷിക്കാർക്ക് തങ്ങളുടെ വിലാസം, ഫോൺ നമ്പർ എന്നിവ എളുപ്പത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. വോട്ടെടുപ്പ് ദിവസം വീൽചെയർ ഉൾപ്പെടെയുള്ള സേവനവും ആപ്പ് വഴി ലഭ്യമാക്കാനാകും. ജില്ലയിലുള്ളത് 29 മൂന്നാം ലിംഗക്കാരായ വോട്ടർമാർ. ആലത്തൂരിൽ 12,64,417, തൃശൂരിൽ 13,36,399, ചാലക്കുടിയിൽ 12,29,476 എന്നിങ്ങനെയാണ് വോട്ടർമാർ. ആലത്തൂരിൽ 6,18,629 പുരുഷ വോട്ടർമാരും 6,45,838 സ്ത്രീ വോട്ടർമാരും 4 മൂന്നാം ലിംഗക്കാരുമുണ്ട്. തൃശൂരിൽ പുരുഷ വോട്ടർമാർ 6,42,942, സ്ത്രീ വോട്ടർമാർ 6,93,440, മൂന്നാം ലിംഗക്കാർ 17 എന്നിങ്ങനെയാണ്. ചാലക്കുടിയിൽ 5,99,214 പുരുഷ വോട്ടർമാരും 6,30,254 സ്ത്രീ വോട്ടർമാരുമുണ്ട്. ഇവിടെ 8 പേരാണ് മൂന്നാം ലിംഗക്കാരായുള്ളത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലയിലെ ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് വടക്കാഞ്ചേരിയിലാണ്. 2,74,000 വോട്ടർമാരാണ് വടക്കാഞ്ചേരിയിലുള്ളത്. ചേലക്കരയിൽ 1,87,550, കുന്നംകുളത്ത് 1,83,761 എന്നിങ്ങനെയാണ് വോട്ടർമാർ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മണലൂർ നിയോജക മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ടർമാരുള്ളത്. 2,05,470 പേർ. ഏറ്റവും കുറവ് തൃശൂർ നിയോജക മണ്ഡലത്തിലാണ്. 1,69,008 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ജില്ലയിലെ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിൽ 1,85,816 വോട്ടർമാരുള്ള ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ടർമാരുള്ളത്. ഏറ്റവും കുറവ് വോട്ടർമാർ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലാണ്. 1,61,133 പേരാണ് ഇവിടെയുള്ളത്. ഇലക്ഷൻ ഡെസ്ക് TCV. LDF കൺവീനർ A. വിജയരാഘവനെതിരെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കോടതിയിൽ ഹർജി നൽകി. LDF കൺവീനറുടെ മോശം പരാമർശത്തിനെതിരെയാണ് കോടതിയിൽ രമ്യ പരാതി നൽകിയത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി നിഷേധം ഉണ്ടായതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചതെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടിയെയും രമ്യ ഹരിദാസിനെയും ചേർത്തായിരുന്നു A. വിജയരാഘവന്റെ ദ്വയാർത്ഥ പരാമർശം നടത്തിയത്. പൊന്നാനിയിൽ ഈ മാസം 1-ാം തീയതി നടത്തിയ പ്രസംഗത്തിനെതിരെ പിറ്റേന്ന് തന്നെ രമ്യ ഹരിദാസ് പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു. വേനലിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ പ്രവാസി കുടുംബങ്ങളുടെ ഗൾഫ് യാത്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് തലവേദനയാകുന്നു. വേനലവധിയും ഇത്തവണത്തെ ശക്തമായ ചൂടും കാരണം ഇക്കുറി ഗൾഫിലേക്ക് തിരിക്കുന്ന പ്രവാസി കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പ്രവാസി വീടുകളിലെ വോട്ടർമാർ നാട്ടിലില്ലാതെ പോകുന്നത് തങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. നമ്മുടെ പ്രദേശത്തെ കാലാവസ്ഥയും പിന്നെ മധ്യവേനൽ അവധിക്കാലമാണ് എന്നതിൻ്റെ പേരിൽ തന്നെ കുറേയേറെ ആളുകൾ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ പ്രവാസി സംഘടനകളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അത്തരം കുടുംബാംഗങ്ങളെ സ്വാധീനിക്കാൻ കഴിയാവുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിയും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം അത്തരമൊരു വിദേശ യാത്രയിൽ ഏർപ്പെടാവൂ എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണം ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. നിലവിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളും വ്യക്തികളുമൊക്കെ ഉണ്ട്. അവരൊക്കെ 20-ാം തീയതിക്ക് ശേഷം 23-ാം തീയതിക്കകത്തായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ആ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വിദേശ മലയാളികളെ നാട്ടിലെത്തിച്ച് വോട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രവാസി കുടുംബങ്ങളുടെ ഗൾഫ് യാത്ര ഭീഷണി ശക്തമാകുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രവാസി സംഘടനകളുടെ ബന്ധം ഉപയോഗിച്ച് വേനലവധി യാത്ര നീട്ടിവെപ്പിക്കാൻ ശ്രമം നടത്തിവരികയാണ്.
ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയാണ് ചാലക്കുടിക്ക് ഒരു ആയുർവേദ ആചാര്യനെ സമ്മാനിച്ചത്. പത്മഭൂഷൺ പുരസ്കാരം നേടിയ രാഘവൻ തിരുമുൽപ്പാടാണ് തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ ജീവിതം മാറിമറിഞ്ഞ വ്യക്തിത്വം. പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് മകൻ ഡോക്ടർ കെ മുരളി. ചാലക്കുടി നഗരസഭ പിറവിയെടുത്ത ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായും അവസാനമായും തിരുമുൽപ്പാട് ജനവിധി തേടിയത്. കോൺഗ്രസിന്റെ പശുവും കിടാവും ചിഹ്നത്തിൽ മത്സരിച്ച അദ്ദേഹം 6 വോട്ടുകളുടെ കുറവിൽ പരാജയപ്പെടുകയായിരുന്നു. അന്നത്തെ ജനവിധി അനുകൂലമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ പദവിയും 10,000ങ്ങളുടെ മനസ്സിലെ ചിരപ്രതിഷ്ഠയും അദ്ദേഹത്തിന് നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. ആലപ്പുഴ ജില്ലയിൽ ജനിച്ച രാഘവൻ തിരുമുൽപ്പാട് പഠനവും മറ്റും നടത്തിയത് അമ്മവീടായ ചാലക്കുടിയിലാണ്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ അടക്കമുള്ള പ്രമുഖർ ആദ്യാക്ഷരം കുറിച്ച സർക്കാർ ബോയ്സ് ഹൈസ്കൂളായിരുന്നു അദ്ദേഹത്തിന്റെയും പഠനകളരി. സൗത്ത് ഇന്ത്യൻ റെയിൽവേസിന്റെ മദിരാശി ഓഫീസിൽ ക്ലർക്കായി ജോലി ലഭിച്ചെങ്കിലും 1 വർഷമേ അവിടെ നിൽക്കാനായുള്ളൂ. രോഗം പിടിപെട്ട് നാട്ടിലേക്ക് വണ്ടി കയറി. തൃശൂരിലെ പി വാസുദേവൻ നമ്പീശന്റെ ചികിത്സ തേടിയുള്ള വരവായിരുന്നു അത്. രോഗം മാറ്റിയ വൈദ്യരോടൊപ്പം ആ മേഖലയിൽ ഹരിശ്രീ കുറിക്കാനായിരുന്നു കാലം അദ്ദേഹത്തിന് കരുതിവെച്ച നിയോഗം. മൂല്യച്യുതി നേരിട്ട നയങ്ങളോട് വിരക്തി തോന്നിയപ്പോൾ രാഷ്ട്രീയക്കാരന്റെ കുപ്പായം തിരുമുൽപ്പാട് അഴിച്ചുവെച്ചു. എന്നാൽ പിന്നീട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇഷ്ടത്തോഴനായി അദ്ദേഹം മാറി. ആയുർവേദ രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈപ്പിടിയിലാക്കി. നാടിന്റെ ആചാര്യ പദവിയിലെത്തി. മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച തിരുമുൽപ്പാട് ഓർമ്മയിലേക്ക് ചേക്കേറിയിട്ട് ഇപ്പോൾ 9 ആണ്ട്. ആയുർവേദ രംഗത്തെ 40ഓളം കൃതികളുടെ ഉടമയാണ്. ഗാന്ധിയൻ തത്വങ്ങളിൽ അടിയുറച്ച് ജീവിച്ചിരുന്ന തിരുമുൽപ്പാട് എണ്ണിയാലൊടുങ്ങാത്ത ശിഷ്യഗണങ്ങളുടെ ആചാര്യനും. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഈ വർഷം പുറത്തിറക്കിയ കലണ്ടറിൽ മെയ് മാസം തിരുമുൽപ്പാടിനായി സമർപ്പിക്കുകയായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നഗരസഭയുടെ സഹായത്തോടെ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ആയുർവേദ ആശുപത്രിയും തിരുമുൽപ്പാടിന്റെ പേരിൽ അറിയപ്പെടാൻ പോകുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. ഇടവേള. നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛന്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലുക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരവരവായി 2,90,20,438 രൂപയും 1 കിലോ 322 ഗ്രാം 438 മില്ലി സ്വർണവും 4 കിലോ 135 ഗ്രാം വെള്ളിയും വഴിപാടായി ലഭിച്ചു. 2,17,000 രൂപയുടെ നിരോധിച്ച നോട്ടുകളും ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 4ാമത് ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. മുൻ DGP MG രാമൻ ഉദ്ഘാടനം ചെയ്തു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചാൽ പിന്നെ പോലീസുകാരെ സ്വന്തം വീട്ടുകാർക്കോ നാട്ടുകാർക്കോ വേണ്ടാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകൾ വിരമിച്ച പോലീസുകാർക്ക് ആശ്വാസമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VV ശശികുമാർ അധ്യക്ഷനായിരുന്നു. അസോസിയേഷന് തൃശൂരിൽ സ്വന്തമായൊരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുമെന്നും പ്രളയകാലത്തടക്കം സംഘടന നടത്തിവന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PK ലംബോധരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി K ശ്രീകുമാർ, ജില്ലാ സെക്രട്ടറി ജോസ് പീറ്റർ, വൈസ് പ്രസിഡന്റ് CA ജോസഫ്, തൃശൂർ പ്രസ് ക്ലബ് സെക്രട്ടറി MV വിനീത തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. കേച്ചേരി പന്നിത്തടം ബൈപ്പാസ് റോഡിൽ വഴിയോര കച്ചവട സ്ഥാപനം കത്തി നശിച്ചു. ചെറുനല്ലൂർ കൂമ്പുഴ പാലത്തിന് സമീപം പുറമ്പോക്കിൽ പ്രവർത്തിച്ചിരുന്ന വഴിയോര കച്ചവട സ്ഥാപനമാണ് കത്തി നശിച്ചത്. ലീഡിംഗ് ഫയർമാൻ VK മുരളീധരന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. ചമ്മന്തിട്ട സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം.
ചന്ദ്രാപിന്നിയിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും കാറും കൂട്ടിയിടിച്ച് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന ബസ്സിലിടിക്കുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന സ്ത്രീക്ക് നിസ്സാര പരിക്കേറ്റു. കാറിൽ 4 പേരുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. നട്ടെല്ല് തകർന്ന് കിടപ്പിലായ രോഗികൾക്ക് വീടൊരുക്കാൻ സംഘടിപ്പിച്ച ഓഫ് റോഡ് കാറോട്ട മത്സരം ശ്രദ്ധേയമായി. നട്ടെല്ല് തകർന്ന തൃക്കൂർ സ്വദേശിയായ ബലരാമൻ സ്വാമിയാണ് സ്വന്തം പുരയിടത്തിൽ കാറോട്ട മത്സരം സംഘടിപ്പിച്ചത്. തൃക്കൂരിലെ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ഒരുക്കിയ ട്രാക്കിലെ ആരവത്തോടൊപ്പം ഉയർന്നത് 5 കിടപ്പ് രോഗികളുടെ നിറമുള്ള സ്വപ്നങ്ങളായിരുന്നു. നട്ടെല്ല് തകർന്നവർക്ക് ആശ്രയഭവനം എന്ന ലക്ഷ്യവുമായി നട്ടെല്ല് തകർന്ന ഒരാളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓഫ് റോഡ് കാർ റേസിംഗ് ആണ് തൃക്കൂരിൽ നടന്നത്. മഹീന്ദ്ര കാർ കമ്പനിയുമായി സഹകരിച്ച് നടത്തുന്ന റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ പ്രൊഫഷണൽ ചാമ്പ്യന്മാർ പങ്കെടുത്തു. തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ബലരാമൻ സ്വാമിയാണ് സ്വന്തം പുരയിടത്തിലെ 5 ഏക്കർ ഭൂമി റേസിംഗിന് വേണ്ടി ഒരുക്കിയത്. 20 വർഷം മുമ്പ് ബൈക്ക് റേസിംഗിനിടെ ഉണ്ടായ അപകടത്തിലാണ് ബലരാമന്റെ നട്ടെല്ല് തകർന്നത്. കിടപ്പിലായെങ്കിലും തന്റെ ഓട്ടം ബലരാമൻ നിർത്തിയില്ല. ഇത്തരം രോഗികളുടെ ക്ഷേമത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചു. കഴിഞ്ഞ വർഷം നടത്തിയ റേസിംഗിലെ ലാഭത്തിൽ നിന്ന് ഭവനരഹിതരായ 3 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി. നോക്കാൻ ആളില്ലാത്ത കിടപ്പ് രോഗികളുടെ ദുരിതം കണ്ടപ്പോഴാണ് ഇവർക്കു വേണ്ടി ആശ്രയഭവനം എന്ന ആശയം വന്നത്. കല്ലൂർ ഭരതയിൽ സൗജന്യമായി കുറച്ച് ഭൂമി ലഭിച്ചതോടെ സ്വപ്നത്തിന് നിറം വെച്ചു. ഈ ഭൂമിയോട് ചേർന്ന് കുറച്ച് സ്ഥലം കൂടി വാങ്ങണം, ഒരു വീട് നിർമ്മിക്കണം. ഇതിനുവേണ്ട പണം കണ്ടെത്താനുള്ള വഴി ആലോചിച്ചപ്പോൾ റേസിംഗ് അല്ലാതെ മറ്റൊന്നും ബലരാമന്റെ മനസ്സിൽ വന്നില്ല. 2 വർഷം മുമ്പ് കിടപ്പ് രോഗികൾക്ക് മനഃശക്തി പകരുന്നതിന്റെ ഭാഗമായി ഫണ്ട് റേസിംഗ് ബലരാമന്റെ പുരയിടത്തിൽ നടത്തിയിരുന്നു. ഇതിന്റെ പരിചയസമ്പത്തിലാണ് ഇത്തവണ റേസിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ഇത്തവണ ഇരട്ടിയിലധികം സ്ഥലമാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇത്തവണ പ്രൈസ് മണി അടക്കം ചാമ്പ്യൻഷിപ്പായാണ് നടത്തിയത്. 1.5 ലക്ഷം രൂപ ചിലവിട്ടാണ് ഇതിനുവേണ്ട ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. 3.5 കിലോമീറ്റർ ദൂരത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഇത്തവണ കാഠിന്യമേറിയ വിഭാഗത്തിലാണ് കാറോട്ടം നടത്തിയത്. ഡോക്ടർ ഷാഹുൽ ഹമീദ്, പുരുഷോത്തമാനന്ദ സരസ്വതി സ്വാമികൾ എന്നിവർ ചേർന്ന് മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. 100 കണക്കിന് ആളുകൾ മത്സരം ആസ്വദിക്കാൻ എത്തിയിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ മരിച്ചു. പുന്നംപറമ്പ് ഇലക്ട്രിക്കൽ സെക്ഷൻ സബ് എഞ്ചിനീയർ NJ ഷാജിയാണ് മരിച്ചത്. കഴിഞ്ഞ 12-ന് പുന്നംപറമ്പിൽ വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. ബൈക്ക് ഷോറൂമുകളിൽ നിന്നും ബൈക്കുകൾ മോഷ്ടിച്ച 6-അംഗ സംഘം കുന്നംകുളത്ത് പിടിയിൽ. അണ്ടത്തോട് പെരിയമ്പലം സ്വദേശി ഷുഹൈബ് അക്തർ, വടക്കേക്കാട് പുത്തൻമാളിയേക്കൽ ഷമീം, പുന്നിയൂർക്കുളം ഈച്ചിത്തറയിൽ ജഗന്നാഥ്, പ്രായപൂർത്തിയാകാത്ത 3 പേർ എന്നിവരാണ് പിടിയിലായത്. രാത്രി സമയങ്ങളിൽ സ്കൂട്ടറിൽ കറങ്ങി നടന്ന് ന്യൂ ജനറേഷൻ ബൈക്കുകൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. ആർഭാട ജീവിതം നയിക്കുന്നതിനാണ് മോഷണം നടത്തിയിരുന്നത്. കുന്നംകുളം SHO വിജയകുമാർ, SI UK ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മലയാളത്തിൻ്റെ ആയോധന കലയായ കളരിപ്പയറ്റ് പരിശീലിക്കാൻ കടൽ കടന്ന് വിദേശി സംഘം മുല്ലശ്ശേരിയിലെത്തി. ഹംഗേറിയൻ TV ചാനലിൻ്റെ റിയാലിറ്റി ഷോയുടെ ഭാഗമായാണ് സംഘം മുല്ലശ്ശേരി വേദകളരി പാഠശാലയിലെത്തിയത്. വേദകളരി പാഠശാല സ്ഥാപകൻ സുബ്രതൻ ഗുരുക്കളാണ് ഇവർക്കാവശ്യമായ പരിശീലനം നൽകിയത്. കളരിയിലെ പ്രധാന മുറകളാണ് പരിശീലിപ്പിച്ചത്. ഒരു ദിവസത്തെ പരിശീലനത്തിന് ശേഷം സംഘാംഗങ്ങൾ അങ്കത്തട്ടിലെത്തി പരസ്പരം മത്സരിക്കുകയും ചെയ്തു. വാണിജ്യം. പാലസ് റോഡിന് കൂടുതൽ രാജകീയത പകർന്ന് ചുങ്കത്ത് ജ്വല്ലറിയുടെ തൃശൂർ നഗരത്തിലെ 2ാമത് ഷോറൂം ചുങ്കത്ത് പാലസ് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ പാലസ് റോഡിൽ ചുങ്കത്ത് ജ്വല്ലറിയുടെ രാജകീയ ഷോറൂം ചുങ്കത്ത് പാലസ് പ്രശസ്ത സിനിമാ താരം ദുൽഖർ സൽമാൻ തൃശൂരിന് സമർപ്പിച്ചു. ചുങ്കത്ത് പാലസിന്റെ സിഗ്നേച്ചർ പ്രീമിയം ലോഗോ പ്രകാശനവും ആദ്യ വിൽപ്പനയും ദുൽഖർ സൽമാൻ നിർവഹിച്ചു. ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഭദ്രദീപം തെളിയിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ K. മഹേഷ്, ചുങ്കത്ത് ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് പോൾ ചുങ്കത്ത്,
ചുങ്കത്ത് ജ്വല്ലറി സദേൺ റീജിയണൽ മാനേജിംഗ് ഡയറക്ടർ രാജീവ് പോൾ ചുങ്കത്ത്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു. ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്ന മികച്ച പ്രതികരണമാണ് പുതിയ ഷോറൂം തുറക്കുന്നതിന് പ്രചോദനമായതെന്ന് ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ പറഞ്ഞു. പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഞങ്ങളുടെ പെരുമാറ്റത്തിലും മറ്റുമുള്ള വിശ്വസ്തതയാണ് കൊടുക്കുന്ന ആഭരണത്തിൻ്റെ ക്വാളിറ്റി. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വളർച്ചയുടെ പ്രധാന കാരണം. ആന്റിക്, ഹാൻഡ് മെയ്ഡ്, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട്, സ്പെഷ്യൽ വെഡ്ഡിംഗ് കളക്ഷനുകൾ എന്നിവയുമായി ചുങ്കത്ത് പാലസ് ഓരോരുത്തരുടെയും സ്വർണ്ണാഭരണ പർച്ചേസുകൾ കൂടുതൽ പ്രൗഢമാക്കുകയാണ്. എക്സ്ക്ലൂസീവ് കളക്ഷനുകളുടെ അതിശയിപ്പിക്കുന്ന ശ്രേണികളാണ് ചുങ്കത്ത് പാലസിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഓരോ പവൻ സ്വർണ്ണാഭരണത്തിനുമൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കും. കൂടാതെ 20,000 രൂപയുടെ ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്കൊപ്പവും ഒരു സ്വർണ്ണ നാണയം സമ്മാനമായി നേടാം. റൂഫിംഗ്സ്, സ്റ്റീൽ ആൻഡ് വുഡൻ ഡോർസ്, റെയിൻ കട്ടേഴ്സ് തുടങ്ങിയവയുടെ വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ KP ഗ്രൂപ്പിന്റെ 18ാമത് ഷോറൂം KPG റൂഫിംഗ്സ് കൈപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. റൂഫിംഗ് ടൈൽ മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ KP ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ KP പൂക്കോയ തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അനസ് കേച്ചേരി KP പൂക്കോയ തങ്ങളിൽ നിന്ന് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. മാനേജിംഗ് പാർട്ണർമാരായ മുഹസിൻ, ഫൈസൽ എന്നിവർ സന്നിഹിതരായി. നിറം മങ്ങാത്തതും പൂപ്പൽ പിടിക്കാത്തതും ചൂടിനെ ചെറുക്കുന്നതുമായ ഉറപ്പ് കൂടുതലുള്ള ഭാരം കുറഞ്ഞ റൂഫിംഗ് ടൈൽസാണ് KPG റൂഫിംഗ്സിന്റെ സവിശേഷ ശേഖരത്തിലുള്ളത്. ഉപഭോക്താക്കളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പൂർണ്ണതയേകാനായി വർണ്ണവൈവിധ്യമാർന്ന KPG ബ്രാൻഡ് റൂഫിംഗ് ടൈൽസിന്റെ വ്യത്യസ്ത മോഡലുകളായ ക്ലാസിക്, എക്സൽ, ജാസ്പർ, ടമർ, ഗ്രാൻഡിയർ, മെർക്യൂർ തുടങ്ങിയവയും സുദൃഢവും ഭംഗിയേറിയതുമായ KPG സ്റ്റീൽ സെക്യൂരിറ്റി ഡോർസ്, വുഡൻ ഡോർസ്, ഇമ്പോർട്ടഡ് പ്രീമിയം റെയിൻ കട്ടേഴ്സ് തുടങ്ങിയവയുടെ വിപുലവും വൈവിധ്യമാർന്നതുമായ ശേഖരമാണ് ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ കൊക്കാല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ട്രോബറി ഫ്രഷ് കൂൾ എയർ കണ്ടീഷനിംഗ് വിയ്യൂരിലെ പുതിയ ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. വിയ്യൂർ മണലാർക്കാവ് ദേവസ്വം പത്തായപുര ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സ്ട്രോബറി ഫ്രഷ് കൂൾ സാരഥി അത്താണി സ്വദേശി കൊടപ്പനാനിക്കൽ വിനയ് ദിവാകരന്റെ മക്കളായ അനഘ വിനയ്, അജ്വിൻ വിനയ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിനയിയുടെ മാതാവ് ഉഷ ദിവാകരൻ ഭദ്രദീപം തെളിയിച്ചു. സെൻട്രൽ എക്സൈസ് ആൻഡ് സെൻട്രൽ ടാക്സസ് സൂപ്രണ്ടന്റ് K. വിജയൻ മേനോൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. LG, വോൾട്ടാസ്, മിറ്റ്സുബിഷി, കാരിയർ, ലോയിഡ് തുടങ്ങിയ മുൻനിര കമ്പനികളുടെ അംഗീകൃത AC സെയിൽസ് ആൻഡ് സർവീസ് ഡീലറാണ് സ്ട്രോബറി ഫ്രഷ് കൂൾ എയർ കണ്ടീഷനിംഗ്. കൂടുതൽ വിവരങ്ങൾക്ക് 9961 204320. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് ആവേശത്തെ ചടുലമാക്കാൻ ദേശീയ നേതാക്കൾ. അമിത് ഷായും രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പ്രചാരണത്തിനെത്തിയതോടെ തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കലാശത്തിലേക്ക്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആശയങ്ങൾ തമ്മിലാണെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. സംസ്ഥാനത്തെ 20 സീറ്റുകളിലും ഇക്കുറി LDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ സജീവം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 370 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ നടപടി. ടിക്ടോക്ക് ആപ്പിന് രാജ്യവ്യാപകമായ നിരോധനം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ടിക്ടോക്ക് ആപ്പ് നീക്കം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത്ത് പാലസ്, നമ്മുടെ പാലസ് റോഡിൽ തന്നെ. ഉദ്ഘാടനം ഏപ്രിൽ 17-ന് മലയാളത്തിന്റെ താരരാജകുമാരൻ ദുൽഖർ സൽമാൻ നിർവഹിക്കുന്നു. വിവാഹോത്സവം. ഇനി ഷോപ്പിംഗ് സന്തോഷങ്ങൾക്ക് ഇരട്ടി മധുരമേകൂ വിവാഹോത്സവത്തിനൊപ്പം.